നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്തെങ്കിലും ഒരു കാര്യത്തിന് വിളിച്ച ഫോൺ എടുക്കാൻ ഭയങ്കര മടിയാ. എത്ര പ്രാവശ്യം വിളിക്കണം? അല്ലെങ്കിൽ കാര്യമായിട്ട് തിരിച്ചു വിളിക്കുന്ന ആളായിരിക്കണം. ഇന്ന് വിളിച്ച പിന്നെ അടുത്ത അമാവാസിക്കാ വിളിക്കുന്നെ. വീട്ടിൽ തന്നെ ആയിരിക്കോ അതോ പുറത്താവോ? ആ, എന്തായാലും ചേച്ചി ഒന്ന് വിളിച്ചു നോക്കാം. ഹലോ മോളെ. ആ വിളി മാത്രമേ ഉള്ളൂ, മോളെ ചക്കരയെന്ന്. സംസാരിക്കണമെങ്കിൽ ഞാൻ അങ്ങോട്ട് വിളിക്കണം. ഈ ഫോണിലേക്കും ഇൻകമിംഗ് കോളൊക്കെ വരുന്നതാ. അത് കൊള്ളാലോ. പുതിയ ഫോണാണോ? നിന്റെ പരിഭവം ഒന്നും ഒരിക്കലും തീരില്ലല്ലോ മോളെ. ചേച്ചിയോട് പരിഭവം പറഞ്ഞു തുടങ്ങുന്നതാ ഒരു സുഖം. അപ്പൊ ചേച്ചിയുടെ മോളെ ചക്കര എന്നുള്ള കൊഞ്ചിക്കല് കേക്കാലോ. അയ്യടി കുഞ്ചിയമ്മേ, എന്താ പരിപാടി? അതെ, നിന്നെ ഇപ്പൊ വിളിച്ചാ കിട്ടാൻ പാടാണെന്ന് അമ്മ പറയുന്നേ. നിന്റെ ഫോണിപ്പോ കൂട്ടുകാർക്ക് വേണ്ടി മാത്രം കൊടുത്തേക്കുക പോലും. അത് അമ്മയുടെ കുശുമ്പാ ചേച്ചി. അമ്മ ആരും വിളിക്കാനില്ലല്ലോ. പിന്നെന്തൊക്കെയുണ്ട് വിശേഷം? സുഖാണോ? എന്താ മോളെ, സുഖമായിട്ട് പോകുന്നു. എല്ലാവരും ഓരോരുത്തരുടെ കാര്യങ്ങളിൽ എൻഗേജ്ഡാ. അങ്കിൾ എവിടെ? ചേച്ചി മരുന്നൊക്കെ കൊടുത്തായിരുന്നോ? അതൊക്കെ എപ്പോഴേ. അച്ഛനിപ്പോ പുരാണ ഗ്രന്ഥങ്ങൾ വായിക്കായിരിക്കും. അവന്തിക എന്റെയോ? എടുത്തി കുറെ കമ്പനി കണക്കുകളായിട്ടെ എവിടെയെങ്കിലും നോക്കിക്കൊണ്ടിരിപ്പുണ്ടാവും. പിന്നെ സ്നേഹയുടെ പഠനമൊക്കെ എങ്ങനെ പോകുന്നു ചേച്ചി? അവളുടെ ഭാഗ്യം. അതെന്താ അങ്ങനെ? ചേച്ചിയുടെ സഹായം ഉണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ പെട്ടു. തോറ്റുപോയാലും എന്നെ ഒന്നും പറഞ്ഞേക്കരുത്. കൊല്ലും നിന്നെ ഞാൻ. ഇനി അച്ഛന്റെ ആകെ പ്രതീക്ഷ നിന്നില്ല. നീ കോഴ്സ് കഴിഞ്ഞിട്ട് വേണം എവിടെയെങ്കിലും ചേർന്ന് കുടുംബത്തെ സഹായിക്കാനെന്നാ അച്ഛൻ പറയുന്നത്. ഓ, അപ്പൊ എന്നെ കറക്കാനുള്ള പദ്ധതിയാണ് മാഷിനും കമലയ്ക്കും അല്ലേ? വേറെ കറവ് പശുക്കളില്ലല്ലോ മോളെ. ആയിക്കോട്ടെ ആയിക്കോട്ടെ. പിന്നെ ബാക്കിയുള്ളവരൊക്കെ എവിടെ പോയി ചേച്ചി? അവിടെ എവിടെയെങ്കിലും ഒക്കെ കാണും. അച്ഛനും അമ്മയൊക്കെ എന്ത് പറയുന്നു മോളെ? ആവണിക്കുട്ടിയോ? ഒന്ന് വീഡിയോ കോള് വിളിക്കടി. ഒന്ന് വീഡിയോ കോള് വിളിക്കടി മോളെ. ഇപ്പൊ വിളിക്കാം, കാത്തിരുന്നോ. ഹലോ ഹലോ. വീഡിയോ കോള് വിളിക്കാൻ പറഞ്ഞിട്ട് ഇവളിതെവിടെ പോയി? ഞാൻ എന്തൊക്കെ ചോദിച്ചു, എല്ലാവരുടെ വിശേഷവും പറഞ്ഞു. സന്ദീപിന്റെ കാര്യം കൂടെ പറഞ്ഞാലെന്താ? അതെ, മാഷിന്റെ മോള് മിമിക്രിയും തുടങ്ങി കേട്ടോ. അതും ഒരു കലയാണല്ലോ അല്ലേ മോളെ? വൈകാതെ ഇവളെ വല്ല കൗൺസിലിങ്ങിനും കൊണ്ടുപോകേണ്ടി വരും. എന്തിന്? അതെ, ഈ ഫോണോ മാനിയോ അങ്ങനെ എന്തോ പറയല്ലോ, ചാവും പകൽ ഈ ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കുന്നതിന്. ഇതേ നിന്റെ പ്രായത്തിന്റെ കുഴപ്പമാ. നിനക്ക് മാത്രമല്ല, ലോകത്തിലെ എല്ലാ അമ്മമാർക്കും ഈ പ്രായത്തിൽ വരുന്ന ഒരസുഖ. മക്കളെ, പ്രത്യേകിച്ച് പെൺമക്കളെ വെറുതെ കുറ്റം പറയും. കൗൺസിലിംഗ് മോക്കല്ല വേണ്ടത്, അമ്മയ്ക്ക. അതെ, നിങ്ങളെപ്പോലുള്ള അച്ഛന്മാരുണ്ടെങ്കിലേ പെൺപിള്ളാര് ഫോണിലല്ല വിമാനത്തിന്റെ പുറത്ത് കയറിയിരിക്കും. അതൊരു നല്ല ഇമാജിനേഷൻ ആണല്ലോ അച്ഛാ. നല്ലൊരു പരസ്യ കണ്ടന്റ് അല്ലേ? വേണമെങ്കിൽ വല്ലതും വന്ന് കഴിക്കേ. അല്ല, ഇനി അതും വേണ്ടേ? അയ്യോ, എന്നാലല്ലേ ഉറക്കൊഴിക്കാൻ പറ്റുള്ളൂ. അച്ഛാ, ഈ കുത്ത് വേണ്ടെന്ന് പറയട്ടോ. ഞാൻ മൊബൈലിൽ പഠിക്കാൻ നോക്കുന്നതാ. മറങ്ങോട്ട്. മോളെ അതൊന്നും കാര്യമാക്കണ്ട. വാ, നമുക്ക് കഴിക്കാം. വാ. ഇനി ഇതെല്ലാം ഞാൻ എങ്ങനെ ശരിയാക്കുന്നു പറ. നിനക്ക് പറ്റില്ലായിരുന്നെങ്കിൽ ഇത് ഇന്നലെ എന്റെ കയ്യിൽ തന്നൂടായിരുന്നോ? എടുത്ത് ഞാൻ ചെയ്യണമെന്ന് കരുതിയതാ. എന്നിട്ട് നീ എന്താ ചെയ്യാതിരുന്നത്? നാളെ എനിക്കിത് സബ്മിറ്റ് ചെയ്യാനുള്ളതല്ലേ? എടുത്ത് അതിൽ കുറെ ഡോക്യുമെന്റ്സ് കിട്ടാനുണ്ടായിരുന്നു, അത് ഇന്നാണ് കിട്ടിയത്.
എന്തിനും ഏതിനും നിനക്ക് ന്യായീകരണം ഉണ്ടല്ലോ. ഈ ന്യായീകരണം എനിക്ക് അവിടെ ചെന്ന് പറയാൻ പറ്റില്ലല്ലോ. എന്താ അടുത്ത പ്രശ്നം? നാളെ രാവിലെ 11 മണിക്ക് മുമ്പ് സബ്മിറ്റ് ചെയ്യേണ്ട എഗ്രിമെന്റ് ആയത്. ഇല്ലെങ്കിൽ പ്രോജക്റ്റ് കയ്യിൽ നിന്ന് പോവും. അത് പറഞ്ഞാ ഞാൻ സന്ദീപിനെ ഏൽപ്പിച്ചത്. എന്നിട്ടിപ്പോ ഇനിയും ഡോക്യുമെന്റ്സ് കിട്ടാനുണ്ട് പോലും. എനിക്കറിയില്ല എന്താവുന്ന്. എടുത്തി, നാളെ രാവിലെ 11 മണി വരെ സമയമില്ലേ? അതിനുള്ളിൽ നമുക്ക് ഡ്രാഫ്റ്റ് ചെയ്യാം. ഓൾറെഡി ഉള്ള മാറ്ററല്ലേ, ഡോണ്ട് വറി. സാരമില്ലടാ. ഇത്രയും സില്ലി ആയിട്ട് ഇതിനെ കാണരുത് സച്ചി. അത് സന്ദീപിന് ഒരു വളമാവും. കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് കാര്യങ്ങൾ കാണാൻ പഠിക്കണം. ഒത്തിരി ഡോക്യുമെന്റ്സ് കോപ്പികൾ വെക്കാനുണ്ട്. ലീഗൽ കൗണ്ടർ സൈൻ ചെയ്യണം. എല്ലാത്തിനും ഒരു ഓർഡർ വേണ്ടേ? പരിചയക്കുറവ് കാണും എടുത്തി. എടുത്തിക്ക് ഒറ്റ നോട്ടത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാവും. സന്ദീപ് പഠിച്ചു വരുന്നല്ലേ ഉള്ളൂ. എല്ലാരും കൂടെ സപ്പോർട്ട് ചെയ്തു. അവൻ കാര്യങ്ങൾ പഠിക്കാനാ ഞാൻ ഇത്രയും പറഞ്ഞത്. എടുത്തി, ആ ഫയലിംഗ് തന്നെ. രാവിലെ നീ ഒന്ന് സൂചിപ്പിച്ചിരുന്നെങ്കിൽ നമുക്ക് ഒരുമിച്ച് ചെയ്യായിരുന്നല്ലോ. എല്ലാം ശരിയായി കാണുന്ന ഏട്ടാ ഞാൻ കരുതിയത്. നീ ഏത് കമ്പനിയുടെ ഫോർമാറ്റാ അഡോപ്റ്റ് ചെയ്തേ? വെസ്റ്റേൺ എന്റർപ്രൈസസ്. ആ കമ്പനിയുടെ ഫോർമാറ്റ് ആരാ നിന്നോട് അഡാപ്റ്റ് ചെയ്യാൻ പറഞ്ഞേ? അതൊരു പ്രൈവറ്റ് കമ്പനി അല്ലേ? അതിന്റെ ടേംസ് എങ്ങനെയാ നമുക്കൊരു സർക്കാർ പ്രോജക്റ്റ് അനുകരിക്കാൻ പറ്റുന്നേ? നമ്മളിപ്പോ പ്ലാൻ ചെയ്യുന്നത് BOT വ്യവസ്ഥയിലാണ്. അതിനും ഇതിനും അജഗജാന്തര വ്യത്യാസമുണ്ട്. അറിയില്ലാത്തൊരു കാര്യമാണെങ്കിൽ അത് ചോദിച്ച് മനസ്സിലാക്കാൻ പഠിക്കണം. കമ്പനിക്കാരെ അറിയുന്ന വേറെ ഒത്തിരി പേര് കമ്പനിയിലില്ലേ ചേച്ചി? അവർക്ക് പറഞ്ഞു കൊടുക്കാറുണ്ടല്ലോ. അല്ലാതെ എല്ലാ കുറ്റവും പാവ സന്ദീപിന്റെ തലയിൽ വെക്കണോ? അത് തന്നെ എടുത്തേ. പുതിയ മാനേജർ വന്നില്ലേ? അയാൾക്ക് കാര്യങ്ങളൊക്കെ അറിയാലോ. അയാളുടെ കൂടെ ഉത്തരവാദിത്തമാണല്ലോ ഇത്. ഇവൻ പിന്നെ എന്നാ ഇതൊക്കെ പഠിക്കുന്നേ? എന്ന് സൈറ്റിൽ പോയി ആളെണ്ണിയെ മാത്രം മതിയോ? കമ്പനി കാര്യങ്ങളോട് പഠിക്കണ്ടേ? 2-2.5 കോടിയുടെ നഷ്ടം വന്നേനിപ്പോ. സോറി എടുത്തി, ഐ എം റിയലി സോറി. സന്ദീപ് എടുത്തി, ഞാൻ രാവിലെ ആകുമ്പോഴത്തേക്ക് എല്ലാം ശരിയാക്കി തരാം. വേണ്ട സച്ചി, ഞാൻ ശരിയാക്കിക്കോളാം. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വിളിക്കാം. എന്നാലും എല്ലാവരുടെയും മുന്നിൽ വെച്ച് സന്ദീപിന് ഇങ്ങനെ വഴക്ക് പറഞ്ഞ ശരിയായില്ല ചേച്ചി. നിനക്കെന്താ നൊന്തോ? നൊന്തു. ആ പാവം ഒന്നും മിണ്ടാതെ തലയും താഴ്ത്തി നിൽക്കുന്ന കണ്ടപ്പോ കഷ്ടം തോന്നി. അങ്ങനെ നിൽക്കണം. നെല്ലിശ്ശേരിയിലെ സകലരും എന്റെ മുന്നിൽ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.